31 വീക്ക് ആയല്ലേ? അതെ. ഫ്ലൂയിഡ് കൂടുതലാണല്ലോ. ഷുഗർ കൂടി ഉണ്ടല്ലേ സാർ? എക്സാക്ട്ലി. അടി അതായത് നിനക്ക് ഷുഗർ കൂടുമ്പോഴത്തേക്കും കുട്ടിക്ക് ഷുഗർ കൂടും. നമ്മുടെ ബ്ലഡിൽ ഷുഗർ കൂടി കഴിഞ്ഞാൽ എന്താണ്, അമിതമായിട്ട് നമ്മൾ മൂത്രം ഒഴിക്കൂലേ? അപ്പൊ കുട്ടി അമിതമായിട്ട് മൂത്രം ഒഴിച്ചാൽ അതിനകത്തുള്ള അമിനോട്ടിക് ഫ്ലൂയിഡ് കൂടുതലായിരിക്കും. അത് കൂടിക്കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? കുട്ടിക്ക് ഷുഗർ കൂടി എന്നാണ് അർത്ഥം. അപ്പൊ അതിനൊരളവുണ്ട്, അതിനകത്ത് നിൽക്കണം. അതിന്റെ മുകളിലോട്ടും പോകാൻ പാടില്ല, കുറയാനും പാടില്ല. ഗൈനക്കോളജിസ്റ്റ് ആണോ? അല്ല, പ്ലംബറാണ് സാർ. അല്ല, അപ്പൊ ഇതൊക്കെ എങ്ങനെ അറിയാം? അത് സാർ പ്രഗ്നന്റ് ആയപ്പോൾ ഞങ്ങൾ പ്രഗ്നൻസി റിവീലിംഗ് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അതിനുശേഷം ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫീഡിൽ വരുന്നതൊക്കെ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് ആണ്. സാർ എനിക്കിപ്പം ഒരു ഗൈനക്കോളജിസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഡെലിവറി ഒക്കെ നിസ്സാരമായിട്ട് ഇടയ്ക്ക് എടുക്കാൻ പറ്റും സാർ. എന്നെ അത്രയ്ക്ക് ഇൻസ്റ്റഗ്രാം പഠിപ്പിച്ചു കഴിഞ്ഞു. ഹലോ. ഹലോ സാറേ, ഇത് ലേബർ റൂമിൽ നിന്നാണ്. അപ്പൊ ഒരു കുട്ടിയുടെ പൊസിഷൻ കറക്റ്റ് അല്ല. പൊസിഷൻ കറക്റ്റ് അല്ലേ? ബ്രീച്ചിലാണ് സാറേ. അപ്പൊ സി സെക്ഷൻ വേണ്ടി വരും. ബ്രീച്ചിലാണോ? ഞാൻ എന്താ വരുന്നത് സാർ? കുട്ടിയുടെ പൊസിഷൻ ബ്രീച്ചിലാണല്ലേ? അമ്മയ്ക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സി സെക്ഷന്റെ ആവശ്യമില്ല. നമുക്ക് കുട്ടീനെ കൈവച്ച് റൊട്ടേറ്റ് ചെയ്ത് ഹെഡ് ഓൺ പൊസിഷനിലാക്കി നോർമൽ ഡെലിവറി ആക്കാൻ പറ്റും. സാർ എനിക്കൊരു അവസരം തരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഡു ഇറ്റ്. ലെറ്റ്സ് ഡു ഇറ്റ്. കം ഓൺ. ഓൾ ദി ബെസ്റ്റ്. എന്റെ ഇൻസ്റ്റാഗ്രാമേ തല കിട്ടി സാർ. ഹെഡ് ഓൺ പൊസിഷനോട്ട് വന്നിട്ടുണ്ട്. മേഡം പുഷ് ചെയ്തേ, പുഷ് ചെയ്തേ, പുഷ് പുഷ് പുഷ്. സാർ വന്നിട്ടുണ്ട് സാർ. ഇനി പ്ലംബിംഗ് പണിക്കൊന്നും പോണ്ട, ഗൈനക്കോളജിസ്റ്റ്. ഒരു ഡെലിവറി ഉണ്ട്. വാ.